ഹായ്. അപ്പോൾ ഞങ്ങളിതാ 10 ദിവസത്തെ ഓണാവധിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓണാവധി കഴിഞ്ഞിട്ടിപ്പോൾ 2 ദിവസം കഴിഞ്ഞു. പിന്നെ അവളുടെ അച്ഛൻ ലീവിലായിരുന്നു. അതുകൊണ്ട് 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോരുന്നത്. പിന്നെ തിരിച്ച് പോരുന്ന വഴി വീട്ടിലെ എല്ലാ സാധനങ്ങളും തീർത്തിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതൊക്കെ മേടിക്കണമായിരുന്നു. അതിന് വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ കയറി പച്ചക്കറിയും പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് എത്തി. എത്തുമ്പോൾ എനിക്ക് തിരിച്ച് പോരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം ഈ പൊടിയും ഇതൊക്കെ പിടിച്ച് കിടക്കുമായിരിക്കും. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യണമല്ലോ, ആ ഒരു സങ്കടമായിരിക്കും വന്നു കഴിയുമ്പോൾ. പിന്നെ ഇതിപ്പോൾ എടുക്കുന്നത് സന്ധ്യയ്ക്കാണ്. വന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഉച്ചയായി എത്തിയപ്പോൾ അമ്മ ചോറും കറിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് ഉടനെ ക്ലീനിങ്ങിലേക്ക് കടന്നു. പിന്നെ എല്ലാ പരിപാടികളും ക്ലീനിങ്ങും ഇതെല്ലാം കഴിഞ്ഞ് നിച്ചുവിനെയും കുളിപ്പിച്ചു. ഞാനും കുളി കഴിഞ്ഞപ്പോൾ വന്നപ്പോഴത്തേക്കും സന്ധ്യയായി. അപ്പോൾ ഞാൻ ഉഴുന്ന് വരെ അതിനിടയ്ക്ക് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് അരച്ചു വെച്ചു. അപ്പോൾ പിന്നെ നാളെ ഇഡലി ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ, രാവിലെ നിച്ചുവിന് സ്കൂളിലും പോകണം. അപ്പോൾ ഇഡലിയും സാമ്പാറും ആക്കാം എന്നുള്ളതിൽ അതൊക്കെ അരച്ചു വെച്ചു. കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏകദേശം 7-7:30 ആയി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചായ ഉണ്ടാക്കി കുടിച്ചു. ചായയും ചിപ്സും പിന്നെ ഒരു കഷ്ണം കേക്കും ഉണ്ടായിരുന്നു, അതും കഴിച്ചു. ചായയുടെ സമയം കഴിഞ്ഞു, എന്നാലും എനിക്കിതെല്ലാം ചെയ്തു വന്നപ്പോൾ ഒരു ചായ കുടിക്കണം എന്ന് തോന്നി. അങ്ങനെ ചായ കുടിച്ച് ഞാനും നിച്ചുവും കൂടി, അവളുടെ അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വൈകിട്ടത്തേക്ക് ചോറ് ഇടണമായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് തിളപ്പിച്ച് ഇറക്കിയൊക്കെ വെച്ചു. നാളത്തേക്കും കൂടി കണക്കാക്കി ഇറക്കിയൊക്കെ വെച്ചു. അപ്പോൾ അത് വറുത്ത് വെച്ചിട്ട് കഴിക്കുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിച്ചാൽ കുറച്ച് എനർജി കിട്ടുമല്ലോ, അത്രയും പണിയെടുത്തതിൻ്റെ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ചിപ്സൊക്കെ കഴിച്ച് ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറൊക്കെ കൊണ്ട് കിടന്നുറങ്ങി. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.